ഹലോ, അസ്സലാമു അലൈക്കും. നമ്മളെല്ലാവരും ഒന്ന് പുറത്തേക്ക് രാവിലെ തന്നെ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടാ ഉള്ളത്. ഇപ്പൊ സമയം ഒരു 6:30 മണി ആയിട്ടുണ്ട്. നമ്മളിപ്പോ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോ അപ്പൊ ഇവരെ ഓട്ടോ വന്നിട്ടുണ്ട്. ഇവരെ ഓട്ടോയിലാണ് പോകുന്നത്, ഞാൻ ബൈക്കിലും. ഞാനും പിന്നെ അനിയനും ഉണ്ട്. അപ്പൊ നമ്മൾ രണ്ടാളും കൂടിയിട്ട് ബൈക്കിലാണ് പോകുന്നത്. അങ്ങനെ നമ്മള് വണ്ടിയൊക്കെ ഒന്ന് പാർക്ക് ചെയ്തതിന് ശേഷം നമ്മൾ നേരെ ടിക്കറ്റ് എടുക്കാൻ വേണ്ടിയിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. ഏഹ് ഇവ ഇവര് കുറച്ച് ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവരെ വെയിറ്റ് ചെയ്തിട്ട് കുറച്ച് സമയം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്തു. അതിന് ശേഷമാണ് എല്ലാവരും ഒരുമിച്ച് ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ജസുവിന് ടിക്കറ്റ് വേണോ എന്നുള്ളത് ഒന്ന് കൺഫേം ചെയ്തിട്ടുണ്ടായിരുന്നു. അഥവാ ടിക്കറ്റ് വേണോ വേണ്ടിയോ എന്ന് അറിയില്ലല്ലോ. അങ്ങനെ പിന്നെ ചോദിച്ചപ്പം പറഞ്ഞു ഹാഫ് ടിക്കറ്റ് എടുക്കണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ ഹാഫ് ടിക്കറ്റ് നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ നമ്മൾ അവിടെ കുറേ സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ട്രെയിൻ വന്നിട്ടുണ്ടായിരുന്നു. കുറച്ച് ട്രെയിൻ ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ആദ്യം സീറ്റ് ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ കസിന്റെ മോളെ എന്റെ കയ്യിലായിരുന്നു ഉണ്ടായിരുന്നത്. അതുകൊണ്ട് മാത്രം എനിക്ക് കുറച്ച് സീറ്റ് കിട്ടി. അതായത് ഒരു ഹാഫ് പോർഷനെ കിട്ടിയിട്ടുള്ളൂ. അങ്ങനെ പിന്നെ അഡ്ജസ്റ്റ് ചെയ്തിട്ട് അവിടെ ഇരുന്നു. അങ്ങനെ പിന്നെ കുറേ സമയത്ത് എന്താ പറയാ ട്രാവലിന് ശേഷം നമ്മൾ അങ്ങനെ ഇവിടെ എത്തിയിട്ടാ ഉള്ളത്. നമ്മൾ എവിടേക്കാ വന്നെന്നുള്ളത് പറഞ്ഞിട്ടില്ല അല്ലെ. നമ്മളിപ്പോ വന്നിട്ടുള്ളത് എന്ന് വെച്ചുകഴിഞ്ഞാല് കുറ്റിപ്പുറം റെയിൽവേ സ്റ്റേഷനിലേക്കാണ്. അപ്പൊ ഇവിടെ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെയുള്ള ഒരു പള്ളിയുണ്ട്, മൂന്നാക്കൽ പള്ളി. അപ്പൊ അവിടേക്കാണ് നമ്മളിപ്പോ പോകുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരും കൂടി ഓരോ ഓട്ടോയിൽ എന്തായാലും പിടിക്കത്തില്ല. അപ്പൊ അതുകൊണ്ട് രണ്ട് ഓട്ടോയിലായിട്ടാണ് നമ്മൾ എല്ലാവരും പോകുന്നത്. അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു നബിദിനമായിട്ട് റാലിയൊക്കെ പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ ഓരോ റാലിയൊക്കെ ഇവിടുന്ന് കാണാൻ വേണ്ടിക്ക് പറ്റിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നബിദിന റാലിയൊക്കെ കണ്ടതിന് ശേഷം നമ്മൾ നേരെ പോയത് അരി വാങ്ങിക്കാൻ വേണ്ടിക്കാണ്. ഇപ്പൊ മൂന്നാക്കൽ പള്ളിയില് മെയിൻ ആയിട്ട് അരി നേർച്ചയാക്കാറാണ്. അങ്ങനെ നമ്മള് അരി നേർച്ചയാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോ വന്നിട്ടുള്ളത്. അങ്ങനെ പിന്നെ നമ്മൾ അരിയൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മൾ നേരെ അതിന്റെ പള്ളീന്റെ അകത്തേക്ക് കയറി. അങ്ങനെ അവിടെ നമ്മൾ അരിയൊക്കെ ഏൽപ്പിച്ച് അതായത് റെസീറ്റും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഫസ്റ്റ് ടൈം വരുന്നത് കൊണ്ട് തന്നെ എന്താണ് എങ്ങനെയാണെന്നൊന്നും നമുക്ക് അറിയുന്നുണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനെ അവരോടൊക്കെ ചോദിച്ചതിന് ശേഷം നമ്മൾ നേരെ പള്ളിയിലേക്ക് മൂന്നാക്കൽ പള്ളിയിലേക്ക് കയറുകയാണ് ചെയ്തത്. നമ്മൾ രണ്ടുപേർക്ക് അതായത് ആണുങ്ങൾക്ക് ഒരു വഴിയാണ്, പെണ്ണുങ്ങൾക്ക് ഒരു വഴിയാണ്. അങ്ങനെ നമ്മള് ഇതിലേക്ക് നമ്മൾ കയറിയതിന് ശേഷം അവിടുന്ന് എന്താ പറയാ പൈസ കൊടുക്കുന്നവർക്ക് പൈസയൊക്കെ കൊടുക്കാം. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരെ ഇവിടുന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടുന്ന് ബർക്കത്തിനുള്ള അരി കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അത് നമ്മളെ ഭാഗത്തു നിന്നല്ല, ആണുങ്ങളെ ഭാഗത്തു നിന്നായിരുന്നു കൊടുക്കുന്നുണ്ടായിരുന്നത്. അങ്ങനെ നമ്മൾ അതും വാങ്ങിയതിന് ശേഷം നമ്മൾ വേഗം ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ അധികം നേരം അവിടെ നിൽക്കേണ്ട കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ ഇവിടെ അതായത് നമുക്ക് ഇവിടുത്തെ ഷോപ്പൊക്കെ ഓൾമോസ്റ്റ് അടച്ചിട്ടാണുള്ളത്. ഒന്നാമത് ഓണം പ്രമാണിച്ചും അതുപോലെ തന്നെ നബിദിനത്തിന്റെ ഇതൊക്കെ ആയതുകൊണ്ടാണ് കുറെ ഷോപ്പൊന്നും ഓപ്പൺ ആയിരുന്നില്ല. പിന്നെ ഉണ്ടായിരുന്ന ഒരു ഷോപ്പായിരുന്നു ഇത്. നമുക്ക് എല്ലാവർക്കും നല്ലപോലെ വിശക്കുകയും ചെയ്യുന്നുണ്ട്, അതുപോലെ തന്നെ ദാഹിക്കുന്നുണ്ട്. അപ്പൊ നമ്മൾ ഇവിടെ വന്നപ്പോ നമ്മൾ നേരെ പോയത് വെള്ളം എടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. അങ്ങനെ നമ്മൾ എല്ലാവരും ഓരോരോ വെള്ളമൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് അത്രയും ദാഹിക്കും വിശക്കുകയും ചെയ്യുന്നുണ്ട്. കാരണം ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ല. നമ്മൾ രാവിലെ ഇറങ്ങിയതാണല്ലോ. നമ്മൾ ഇവിടെ എത്തുമ്പോഴത്തേക്ക് 10:30 മണി ആയിട്ടുണ്ടായിരുന്നു. നമ്മൾ രാവിലെ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ നേരെ പോയതും പള്ളിയിലേക്കാണ്. അങ്ങനെ പള്ളിയിലെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളിപ്പോ ഇങ്ങോട്ടേക്ക് വന്നിട്ടുള്ളത്. അതിന്റെ ഇടയിൽ നമ്മൾ ഫുഡും കാര്യങ്ങളും ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. നമ്മൾ അങ്ങനെ വെള്ളം കാര്യങ്ങളൊക്കെ വാങ്ങിയതിന് ശേഷം നമ്മളൊന്ന് ഈ ഒരു ഹൈപ്പർ മാർക്കറ്റ് ഫുൾ ആയിട്ട് ഒന്ന് നോക്കാന്നൊക്കെ കരുതിയിട്ട് അങ്ങനെ ഇറങ്ങിയിട്ടുള്ളത്. അങ്ങനെയായിരുന്നു കുറച്ച് നല്ല ഇതുപോലുള്ള കുറച്ച് ഗിഫ്റ്റ് കൊടുക്കാൻ പറ്റിയ കുറച്ച് കാര്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ വാങ്ങിക്കാൻ വേണ്ടി നിന്നിട്ടുണ്ടായിരുന്നില്ല. അത്യാവശ്യം ഇവിടെ എല്ലാ സാധനങ്ങൾക്കും ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ജസ്റ്റ് എല്ലാം ഒന്ന് നോക്കിയിട്ട് പോയാണ് ചെയ്തത്. വാങ്ങിക്കണം എന്നുണ്ട് എന്നാ വാങ്ങിക്കണ്ടെന്നുണ്ട്. അങ്ങനെ രണ്ട് മനസ്സായിട്ടാണ് നിൽക്കുന്നുണ്ടായിരുന്നത്. എല്ലാരും നാല് വശത്തുള്ളത്, ആരും ഒരുമിച്ചില്ല. എല്ലാരും ഓരോ അവരവരെ സാധനങ്ങൾ എന്തെങ്കിലും വാങ്ങിക്കാനുണ്ടെങ്കിൽ ഇങ്ങനെ ഓരോന്ന് വാങ്ങിക്കാൻ വേണ്ടി ഓരോ ആള് ഓരോരോ സൈഡിലോട്ടേക്ക് പോയിട്ടാണ് ഉള്ളത്. അതിന്റെ ഇടയിലായിരുന്നു ഇവർ രണ്ടുപേരും മുകളിലോട്ട് പോയിട്ട് കളിക്കുന്ന സെക്ഷനിൽ പോയിട്ട് കോയിൻസ് ഒക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു നമുക്ക് പോണ്ടതല്ലേ, തിരിച്ചു പോണ്ടതാണ്, കളിക്കാൻ നിക്കണ്ട, വാ പോയേക്കാന്ന് പറഞ്ഞപ്പോ ഇവരെല്ലാരും പറഞ്ഞു നമ്മ കോയിൻസ് ഓൾറെഡി എടുത്ത് കയ്യിലിരിക്കുകയാണെന്ന് പറഞ്ഞു. ഏതായാലും നമുക്ക് കളിക്കാന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവര് കാറ് ഓടിക്കാൻ വേണ്ടിയിട്ടാണ് കേറിയിട്ടുണ്ടായിരുന്നത്.
പിന്നെ ഇവർ ഓടിക്കുന്നതിന്റെ ഇടയിൽ നമ്മളെ കുഞ്ഞിപ്പെണ്ണും കൂടി അതിനകത്ത് കയറിയിട്ടുണ്ട്. അവക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു ഈ കാർ ഓടിക്കുന്നത്. അങ്ങനെ പിന്നെ കുറച്ച് സമയം അവളെയും കൊണ്ട് കാർ ഒന്ന് ഓടിച്ചതിന് ശേഷം പിന്നെ ഞാൻ അവളെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അധികം ഓടിക്കണ്ട, കാരണം ഇവർ പെട്ടെന്ന് നിർത്തുന്ന സമയത്ത് പോയിട്ട് മുമ്പോട്ടേക്ക് കുത്തിയാ ചെയ്യുന്നത്. അപ്പോൾ എവിടെയെങ്കിലും വെച്ച് കുത്തണ്ടാന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഇങ്ങോട്ടേക്ക് തന്നേന്ന് പറഞ്ഞിട്ട് പിന്നെ വാങ്ങിക്കുക. അങ്ങനെ കാർ ഓടിക്കലൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ കേറിയിട്ടുണ്ടായിരുന്നതാണ് ഈ ഒരു ഗെയിം കളിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാനും ഇതുവരെ കളിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇത് കണ്ടിട്ടുണ്ട്, പല ആൾക്കാർ കളിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട്. ഞാൻ ഇതുവരെ കളിക്കുന്നത് കണ്ടിട്ടുണ്ട്, ശരിക്കും നേരിട്ട് കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ ഇവന് അത് കളിക്കാൻ വേണ്ടിക്ക് ഇറങ്ങിയിട്ടാ ഉള്ളത്. പല ആൾക്കാരൊക്കെ പേടിച്ചിട്ടൊക്കെ വീഴുന്നതും ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അന്നേരം നമ്മള് എന്താണ് അതിന്റെ ഉള്ളിൽ കാണുന്നതെന്നൊന്നും നമുക്ക് അറിയത്തില്ലായിരുന്നു. ഇതില് പുറത്ത് സ്ക്രീനിൽ കാണുന്നുണ്ടായിരുന്നു എന്താണെന്നുള്ളത്. അങ്ങനെ പിന്നെ കണ്ടിരിക്കാൻ നല്ല രസമുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ കുറെ ടൈം അത് തീരുന്നത് വരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ചെയ്തത്. അങ്ങനെ പിന്നെ ഇത് കണ്ടോണ്ടിരിക്കുന്ന സമയത്തായിരുന്നു പെട്ടെന്ന് ജന്ന പേടിച്ചിട്ട് എന്താന്നറിയില്ല, അതിന്റെ ശബ്ദം കൊണ്ടാണോ അല്ല ഇവന്റെ കളി കണ്ടിട്ടാണോ എന്നൊന്നും അറിയത്തില്ല, പെട്ടെന്ന് പേടിച്ചിട്ട് പിന്നെ ഫുൾ കരച്ചിലായിട്ടുണ്ടായിരുന്നു. പിന്നെ നിർത്തുന്നേ ഉണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവളെയും കൂട്ടിയിട്ട് അപ്പുറത്തേക്കെല്ലാം പോയി ഒന്ന് ചുറ്റി കാണിച്ചു കൊടുത്ത് കരച്ചിലൊക്കെ ഒന്ന് മാറ്റിയിട്ടായിരുന്നു പിന്നെ നിന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇങ്ങോട്ടേക്ക് വരുന്നേ ഉണ്ടായിരുന്നില്ല. ഇങ്ങോട്ടേക്ക് വരുന്നതിനനുസരിച്ച് അവള് വീണ്ടും വീണ്ടും കരയാ ചെയ്യുന്നുണ്ടായിരുന്നത്. പിന്നെ നമ്മള് അവൾ ഇങ്ങോട്ടേക്ക് വരാൻ വേണ്ടി അങ്ങനെ പിന്നെ ഇവന്റെ കളിയെല്ലാം കഴിഞ്ഞതിന് ശേഷം പിന്നെ ഉണ്ടായിരുന്നത് ജസുന്റെ ഒരു കോയിൻസ് ആയിരുന്നു ബാക്കി ഉണ്ടായിരുന്നത്. അപ്പൊ അതിന് കളിക്കാൻ പറ്റുന്ന ഒരു ഗെയിം എന്ന് പറയുന്നത് ഈ ഒരു കാർ റേസ് ആയിരുന്നു. അങ്ങനെ പിന്നെ ഇവന്റെ കാർ റേസ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നേരത്തെ താഴ്ന്ന് വിളിക്കുന്നുണ്ട്, ആ ടൈം ആയി, ട്രെയിനിന്റെ ടൈം ആയി എന്ന് പറയുന്നുണ്ടായിരുന്നു. നമ്മൾ അങ്ങനെ അവിടെ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ടേക്കാണ് വിട്ടിട്ടുണ്ടായിരുന്നത്. പിന്നെ അവിടെ തൊട്ടടുത്ത് ഒരു എന്താ പറയാ ഹോട്ടൽ ഉണ്ടായിരുന്നു. അവിടുന്ന് ചെറുതായിട്ട് ഒരു ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ അവിടെ വെയിറ്റ് ചെയ്യായിരുന്നു. നമ്മൾ വന്നപാട് തന്നെ ഒരു ട്രെയിൻ പാസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ നല്ല തിരക്കായിരിക്കും എന്ന് പറഞ്ഞത് കൊണ്ട് നമ്മൾ അടുത്ത ട്രെയിൻ ആയിരുന്നു ടിക്കറ്റ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോ ആ ട്രെയിൻ ആണെങ്കിൽ 1 മണിക്കൂറിന് ശേഷം മാത്രമേ വരുള്ളൂ. അപ്പോൾ 1 മണിക്കൂർ വെറുതെ ഇരിക്കലായിരുന്നു. അവിടുന്ന് കുറച്ച് ലേസും അതുപോലെ തന്നെ ജ്യൂസും കാര്യങ്ങളൊക്കെ വാങ്ങിയിട്ട് കഴിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയായിരുന്നു. എങ്കിലും ടൈം സ്പെൻഡ് ചെയ്തു എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ നമ്മൾ നേരെ നമ്മളെ ട്രെയിനൊക്കെ വന്ന് നമ്മൾ നേരെ കയറിയിട്ടാണ് ഉള്ളത്. പിന്നെ അവിടുന്ന് കഴിഞ്ഞ ശേഷം കോഴിക്കോട് എത്തിയപ്പോഴായിരുന്നു കുറേ ടൈം അവിടെ നിർത്തി വെച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നല്ല കട്ട പോസ്റ്റ് ആയിരുന്നു. അങ്ങനെ പിന്നെ അവിടുന്ന് 5 മണിക്ക് ശേഷമായിരുന്നു ട്രെയിൻ അവിടുന്ന് എടുത്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഒരു വിധത്തിൽ നമ്മൾ എല്ലാവരും കണ്ണവരം റെയിൽവേ സ്റ്റേഷനിലേക്ക് എത്തിയിട്ടാണ് ഉള്ളത്. പിന്നെ അവിടുന്ന് ഇറങ്ങി നമ്മള് ആദ്യം ഫുഡ് കഴിക്കാൻ വേണ്ടിക്ക് പോയിട്ടുണ്ടായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് നമുക്ക് എല്ലാവർക്കും വിശക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞില്ലേ അവിടുന്ന് ചെറുതായിട്ട് നമുക്ക് കഴിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. നമ്മുടെ നാട്ടിൽ ചെന്നിട്ട് തന്നെ ഫുഡ് കഴിക്കാന്ന് വിചാരിച്ചിട്ട് നമ്മളൊന്നും അങ്ങനെ അധികം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെന്ന് പറയുന്നത് റെയിൽവേ സ്റ്റേഷനിലാണെങ്കിൽ നമ്മൾ ലേസ് ആയിട്ടും വെള്ളമൊക്കെ ആയിട്ട് നമ്മളെ വയറൊക്കെ ഫില്ല് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി നമ്മളെ വണ്ടിയൊക്കെ എടുക്കാനുണ്ട് പാർക്ക് ചെയ്തെടുത്തുനിന്ന്. ഇവരെല്ലാവരും ഓട്ടോയിലേക്കാണ് പോയിട്ടുണ്ടായിരുന്നത്. ഞാൻ പിന്നെ ജസുവിനെ ഞാൻ എൻ്റെ വണ്ടിക്കകത്ത് കയറ്റിയിട്ടുണ്ടായിരുന്നു. അവരുടെ കൂട്ടത്തിൽ വിട്ടിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ച് കഴിഞ്ഞാല് ഇവര് ഷവർമ്മ കഴിക്കാനാ പോകുന്നത്. ഇവൻ പറഞ്ഞു എനിക്ക് ഷവർമ്മ വേണ്ടാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു.
അങ്ങനെ പിന്നെ ഞാനും ഇവനും നമ്മളെ തൊട്ടടുത്തുണ്ടായിരുന്ന ഒരു അവിൽ മിൽക്കിന്റെ ഷോപ്പ് ഉണ്ട്. അപ്പൊ നമ്മൾ അവിടെ പോയിട്ട് ബർഗറും അതുപോലെ തന്നെ ഒരു ലൈം ജ്യൂസും ഒക്കെ കഴിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അങ്ങനെ നമ്മള് ഫുഡൊക്കെ കഴിച്ച് രാത്രിത്തെ ഫുഡ് എന്തായാലും ഇതിലൂടെ തന്നെ പോയിട്ടുണ്ട്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ ഇനി വീട്ടിലോട്ടേക്കാണ് പോകുന്നത്. അപ്പൊ ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ എല്ലാവർക്കും ബൈ.